തിരുവല്ലയിൽ 10 വയസ്സുകാരൻ മകനെ ഉപയോഗിച്ചുകൊണ്ട് MDMA കച്ചവടം നടത്തിയ പിതാവിനെതിരെ മറ്റൊരു കേസ് കൂടി പോലീസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണ്. ബാലനീതി നിയമപ്രകാരം തിരുവല്ല പോലീസാണ് ഇപ്പോൾ പിതാവിനെതിരെ കേസെടുത്തിരിക്കുന്നത്. മാതാവിന്റെ മൊഴി പ്രകാരമാണ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. കുട്ടിയെ പിതാവ് ലഹരി വിൽപ്പനയ്ക്ക് ഉപയോഗിച്ചതായി മാതാവ് തന്നെയാണ് മൊഴി നൽകിയതിന് പിന്നാലെ കേസെടുത്തിരിക്കുന്നത്. ഇപ്പോൾ മയക്കുമരുന്ന് പ്ലാസ്റ്റിക് കവറിലാക്കി മകന്റെ ശരീരത്തിൽ സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ച് വിൽപ്പന നടത്തിയ കേസിലാണ് തിരുവല്ല സ്വദേശിയെ ശനിയാഴ്ച പോലീസ് പിടികൂടിയത്. ലഹരി വിൽപ്പനയ്ക്കിടെ പോലീസ് പരിശോധനയിൽ നിന്നും രക്ഷപ്പെടാനാണ് മകനെ പിതാവ് മറയാക്കിയിരുന്നത്. 10 വയസ്സുകാരനെ ഉപയോഗിച്ച് കുറ്റകൃത്യം നടത്തിയെന്ന പരാതിയിലും കുട്ടിയുടെ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തിരുവല്ല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കുട്ടിയുടെ അമ്മയുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. പ്രതിയും കുട്ടിയുടെ അമ്മയും ദീർഘകാലമായി അകന്നു കഴിയുകയാണ്. ഇപ്പോൾ ബാലനീതി നിയമപ്രകാരമുള്ളതാണ് പുതിയ കേസ്. പ്രതി നിലവിൽ റിമാൻഡിലാണ്. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ്. ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ തിങ്കളാഴ്ച തിരുവല്ല കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. മകന്റെ ശരീരത്തിൽ മയക്കുമരുന്ന് പാക്കറ്റുകൾ ഒട്ടിച്ചതിനു ശേഷം കുട്ടിയുമായി കാറിലോ ബൈക്കിലോ വിൽപ്പനയ്ക്ക് പോവുകയായിരുന്നു പ്രതിയുടെ പതിവ്. എന്തോ ഒരു വസ്തു പിതാവ് ശരീരത്തിൽ ഒട്ടിച്ചു വെക്കുന്നു, പിന്നീട് എടുത്തു മാറ്റുന്നു എന്ന് മാത്രമാണ് കുട്ടി മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ബൈക്കിലും കാറിലും 10 വയസ്സുകാരനുമായി സഞ്ചരിക്കുകയായിരുന്നു മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ കേന്ദ്രീകരിച്ചായിരുന്നു വിൽപ്പനകൾ മുഴുവനും. മയക്കുമരുന്ന് കച്ചവടത്തിന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ ഏജന്റുമാരായും ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ട്. 3.5 ഗ്രാമിലധികം MDMAയും പ്രതിയിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. കേരളത്തിലൊട്ടാകെ ഇത്തരത്തിൽ വർദ്ധിച്ചു വരുന്ന MDMA ലഹരി മാഫിയ സംഘം ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. പോലീസിന്റെ അന്വേഷണം കർശനമാക്കിയില്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള ലഹരി മാഫിയ വർദ്ധിക്കും എന്നുള്ളത് തീർച്ചയാണ്. കേരളത്തിൽ ലഹരി മൂലം കുട്ടികളിലും യുവാക്കൾക്കുമിടയിൽ വലിയ രീതിയിലുള്ള അക്രമവും അതുപോലെ തന്നെ ലഹരിയുടെ ഒഴുക്കും വർദ്ധിച്ചു വരികയാണ്. ഈ വർദ്ധിച്ചു വരുന്ന അക്രമത്തിന് നമ്മളും കൂടെ ഉത്തരവാദിയാകും. ഇനിയും ഇത്തരത്തിലുള്ള ലഹരി മാഫിയകളെ പിടിച്ചെടുത്തില്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. കാരണം ലഹരിയുടെ ചൂടിൽ ഇപ്പോഴും കുട്ടികൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് കുട്ടികൾക്ക് പോലും ഇപ്പോൾ വ്യക്തമല്ല. അതിനാൽ ലഹരിയുടെ സാന്നിധ്യമുള്ള എല്ലായിടത്തും തന്നെ പോലീസ് കർശനമായ പരിശോധനകൾ ശക്തമാക്കണം. അല്ലെങ്കിൽ വിദ്യാർത്ഥികളടങ്ങുന്ന കുട്ടികളുടെ കയ്യിൽ നിന്ന് പോലും നമുക്ക് ഇത്തരത്തിലുള്ള ലഹരികൾ ഇനിയും കാണേണ്ടി വരും. ഒന്നും അറിയാത്ത കുട്ടികളിൽ ഇത്തരത്തിൽ തുടങ്ങി വെക്കുന്ന മാതാപിതാക്കളും തെറ്റുകാരാണ്. അവർ വലുതാകുമ്പോൾ ഇതിനേക്കാൾ ഭയങ്കരമായ ലഹരി മാഫിയയിൽ അംഗമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ മാതാപിതാക്കളും ഒരു കർശന തീരുമാനമെടുക്കണം. ലഹരിയെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുകയും വേണം. ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കുകയും വേണം. കുട്ടികൾ ഒരിക്കലും ഈ ലഹരി ഉപയോഗിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം.